ബിഗ് ബോസ് എന്നോട് കാണിച്ചത് വെറും തെമ്മാടിത്തരമായി പോയി. ബിഗ് ബോസ് എന്നോട് ചെയ്തത് ഇൻജസ്റ്റിസ് ആണ്. എനിക്ക് വേണമായിരുന്നു പണപ്പെട്ടി. രാവിലെ നമ്മുടെ നെവിൻ മോൻ സാബുവിനോട് പറയുന്ന ഡയലോഗായത്. ഉടനെ സാബുമാൻ ചോദിക്കുന്നുണ്ട്, എടാ മോനെ, അപ്പൊ നിനക്ക് ടോപ്പ് 5 കയറണ്ടേടാ. ഉടനെ നെവിൻ പറയുന്നുണ്ട്, ടോപ്പ് 5 എന്നെ കയറ്റി വിടുവോന്ന് ഡൗട്ടാടാ മോനെ. ചിലപ്പോ അതിന് മുമ്പേ എന്നെ അങ്ങ് പറഞ്ഞു വിട്ടാലോ. ചെറുക്കന് ഏതാണ്ടൊക്കെ കാര്യം കത്തിയിട്ടുണ്ട്. ചെറുക്കന് കൊടുത്ത 8ന്റെ പണിയാണ് ഈ പണപ്പെട്ടി എടുക്കാൻ പറ്റത്തില്ല എന്ന പണി. അപ്പൊ ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം. രാവിലെ നല്ല തരുണി മണികളായിട്ട് സാരിയൊക്കെ ഉടുത്ത് അതുവഴി പാറിപ്പറന്ന് നടക്കുകയാണ് നമ്മുടെ അനുമോളും ആദിലെ നൂറെ. ഇവർ ഈ സാരിയൊക്കെ ഉടുത്ത് കറങ്ങി നടക്കുന്ന കണ്ടിട്ട് നമ്മുടെ അനീഷേട്ടൻ, ഒരാള് സാരി ഉടുത്തിട്ടുണ്ടെങ്കിൽ അട്രാക്ഷൻ അങ്ങോട്ട് മാത്രം പോയേനെ. ഇതിപ്പോ 3 പേര് സാരി ഉടുത്തപ്പോൾ ഉടനെ അനുമോള് പറയുന്നു, 3 പേരുടെ അടുത്തും അങ്ങ് പോണം ചേട്ടാ അട്രാക്ഷൻ. രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് വെള്ളം കുടിക്കുന്നതൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറ്റി മാറ്റി അങ്ങ് അട്രാക്ഷൻ പിടിക്കണം എന്നൊക്കെ അനുമോള് നിന്ന് പറയുന്നുണ്ട്. തമാശയ്ക്ക് പറയുന്നതാണ്. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഷാനവാസിക്ക് ഇതൊക്കെ കേട്ട് തൊട്ടപ്പുറം നിൽപ്പുണ്ട്. എല്ലാവരും കിച്ചണിലായി നിൽക്കുന്നത്. കിച്ചണിൽ രാവിലെ കുക്ക് ചെയ്യുന്നത് നമ്മുടെ അനുമോളും നൂറയും അതിലെയും പിന്നെ അനീഷേട്ടനും എല്ലാവരും കൂടെയാണ് കേട്ടോ. അനീഷേട്ടനാണ് രാവിലെ ദോശയൊക്കെ ചൂടുന്നത്. ബാക്കി എല്ലാവരും അവിടെ നിൽപ്പുണ്ട്. നമ്മുടെ അക്ബർ കാക്കാനും നമ്മുടെ നെവിൻ മോനും 2 പേരും മാറി ഇങ്ങനെ അണ്ടിപോയ അണ്ണനെ പോലെ ഇരിപ്പുണ്ട്. 2 പേർക്കും എന്നാ ചെയ്യണമെന്നൊരു പിടുത്തവും ഇല്ല. രാവിലെ ദോശ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് ആദ്യമേ തന്നെ വന്ന് എടുത്ത് സാപ്പിടുന്നത് കുഞ്ഞുങ്ങൾ 2 പേരുമാണ്. അത് പോട്ടെ, ഒന്നും പറയാനില്ല. അപ്പൊ ഈ ഡയലോഗൊക്കെ നമ്മുടെ അനീഷേട്ടൻ അടിക്കുമ്പോൾ ഷാനവാസിയേട്ടൻ അവിടെ നിന്ന് പറയുന്നുണ്ട്, ഈയിടെ ആയിട്ട് കുറച്ച് അട്രാക്ഷൻ കൂടുതലാണ് നമ്മുടെ അനീഷേട്ടന് എന്നവിടെ നിന്ന് പറയുന്നുണ്ട്. ഇവരുടെ ഇടയ്ക്ക് തമാശകളും ചെറിയ ചെറിയ വഴക്കുകളും ഈ പരിപാടിയൊക്കെ അവിടെ നടന്നു പോകുന്നുണ്ട്. വഴക്കുകൾ ഇൻ ദ സെൻസ്, ഈ ഇപ്പൊ കുറച്ച് മുമ്പ് ഞാൻ നോക്കാൻ നേരത്തെ രാവിലെ നമ്മുടെ ടീം ഡിവൈഡിങ് ആയിരുന്നു. അപ്പൊ ആ സമയത്ത് അനുമോള് നിന്നങ്ങ് കഥ പറയുക. ബാക്കി അവിടെ ഇങ്ങനെയാണ് പ്രശ്നം, ബാത്റൂമിൽ ഇതാണ് പ്രശ്നം, ഇത് ശ്രദ്ധിക്കണം, മറ്റേ ശ്രദ്ധിക്കണം, ഒരാവശ്യമില്ല. അനുമോളുടെ കാര്യം നോക്കിയാൽ മതി. അനുമോള് ആദില നൂറ ഇവർ 3 പേരുമാണ് കിച്ചൺ ഡ്യൂട്ടി. അപ്പൊ അവർക്ക് അവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ മതി. അതിന് വരെ മറ്റുള്ളവരുടെ കാണിക്കാൻ ചെല്ലുവാണ്. അപ്പൊ ആ പരിപാടി കാണിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഷാനവാസിക്കയും നൂറ ആദിലയൊക്കെ അനുമോളോട് പറയുന്നുണ്ട്, മോളെ നീ ആദ്യമേ നിന്റെ കാര്യം വൃത്തിക്ക് ചെയ്യും. നീ മറ്റേ കുളിക്കാൻ നേരത്ത് തുണിയെല്ലാം കൂടെ രാത്രിയിൽ അങ്ങോട്ട് ബക്കറ്റിനകത്തോട്ട് കുത്തിപ്പിഴിഞ്ഞിടും. എന്നിട്ട് അടുത്ത ദിവസം രാവിലെയാണ് നീ അതെടുത്ത് മാറ്റുന്നത്. അപ്പൊ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടല്ലേ അത്? നിന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, നീ അത് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ അതാദ്യമേ നീ ചെയ്യുന്നൊക്കെ പറഞ്ഞ് അനുമോക്കിട്ട് നല്ല കൊട്ടു കൊടുക്കുന്നുണ്ട്. സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിന് മുമ്പും ഈ ഒരു പ്രശ്നം അവിടെ പലരും പറഞ്ഞിട്ടുണ്ട്. അനുമോള് രാത്രി കുളിക്കാൻ നേരത്ത് തുണിയെല്ലാം കൂടെ ബക്കറ്റിനകത്തോട്ടാണ് അങ്ങ് എടുത്തിടും. അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വേറെ ആർക്കും, അനുമോള് രാവിലെ അത് മാറ്റാതെ ആർക്കും കുളിക്കാൻ പോലും പറ്റത്തില്ല. ആ ചെയ്യുന്നതിനോടൊന്നും യോജിക്കാൻ പറ്റത്തില്ല. അപ്പം അതൊക്കെ അനുമോളുടെ ഭാഗത്തെ തെറ്റാ. അതൊക്കെ അനുമോള് മറ്റേ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ മിണ്ടാതെ അങ്ങ് മാറിക്കളയും. മനസ്സിലായില്ല? അത് ന്യായീകരിക്കാൻ പോകും ചില സമയങ്ങളിൽ. സത്യം പറഞ്ഞാൽ അനുമോളുടെ ഭാഗത്തും തെറ്റൊക്കെ ഉണ്ടേ. പിടികിട്ടിയ അതപ്പോൾ ബാക്കിയുള്ളവർ ചൂണ്ടിക്കാണിക്കുമ്പോൾ അനുമോക്ക് ഒരു ഇഷ്ടമല്ലായ്മ, ഒരു ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ അനുമോക്ക് ബാക്കി എല്ലാവരുടെയും ചൂണ്ടിക്കാണിക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അത് വേണ്ട അനുമോളെ, അത് തിരിച്ച് പണി കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ തന്നെ എല്ലാവരും തിരിച്ച് ചൂണ്ടി, എന്തിനാ ഷാനവാസൊക്കെയാണ് തുടങ്ങിയത്, നീ ഈ പരിപാടി ചെയ്യുന്നുണ്ട്, നൂറ കൂടെ പിടിച്ചു, ആദില കൂടെ പിടിച്ചു. മനസ്സിലായില്ലേ? ഇവരുടെ ഇടയ്ക്ക്, അതായത് ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ ഇടയ്ക്ക് ഇതുപോലുള്ള ചെറിയ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക, ഈ പരിപാടികളുണ്ട്. പക്ഷെ ഇവരുടെ ഇടയ്ക്ക് ഒരു സ്നേഹമുണ്ട്. ഈ ഒരു സ്നേഹബന്ധത്തിലേക്ക് വന്നു പെടാത്ത 2 പേരേ ഉള്ളൂ ഇപ്പൊ ആ ഹൗസിൽ. അത് നമ്മുടെ അക്ബർ കാക്കായും നെവിൻ മോനുമാണ്. 2 പേർക്കും നല്ല ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒറ്റപ്പെട്ടെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. 2 പേരും ഒറ്റപ്പെട്ടു. ആ ഒരവസ്ഥ. 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണക്ഷൻ ഉണ്ട് അവരുടെ ഇടയ്ക്ക്. പക്ഷെ എന്നാലും നെവിനൊരു ചെറിയ പേടിയുണ്ട്. അക്ബർ ഖാൻ്റെ കൂടെ ഇനി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടുമെന്ന് ഒരു സാധനം എവിടെയോ കിടപ്പുണ്ട്. അത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ രാവിലെ ഒതുങ്ങിയിരിക്കുകയാണ് നമ്മുടെ അക്ബർ കാക്കായും നെവിനും. പിന്നെ ഭക്ഷണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഭക്ഷണം ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് ഓടി വരുന്നുണ്ട് 2 പേരും കഴിക്കാനായിട്ട്. അനുമോള് വീണ്ടും, എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് വീണ്ടും ഒരു ദോശയൊക്കെ ഉണ്ടാക്കി നെവിന് കൊടുക്കുന്നുണ്ട്. നെവിൻ അത് വന്ന് എടുത്ത് കഴിക്കുന്നൊക്കെ ഉണ്ട്. ഒരു കുഴപ്പമില്ല, സന്തോഷം. ഞാൻ വിചാരിച്ചു നെവിനോടൊരു ദേഷ്യം അനുമോൾ ഉള്ളി വെക്കുമായിരിക്കുന്നു. പക്ഷെ അങ്ങനെ ഒന്നും കണ്ടില്ല കേട്ടോ. രാവിലെ മോർണിംഗ് ആക്ടിവിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് പോലും വളരെ നല്ല രീതിയിലാണ് നമ്മുടെ അനുമോള് നെവിൻ്റെ പല കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നു. ഞാനത് പറയാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നെവിൻ മോൻ പോയി അകത്ത് ബെഡ്റൂമിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ സാബുമാൻ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. നെവിന് വലിയൊരു ഉത്സാഹമൊന്നുമില്ല. പഴയ ആ ഒരു എനർജിയൊക്കെ അങ്ങ് പോയി. നെവിൻ മോൻ്റെ പണി കിട്ടിയെന്ന് മനസ്സിലായി. അപ്പോൾ അകത്ത് പക്ഷെ പണി കിട്ടിയെന്ന് മനസ്സിലായിട്ടും ഇവൻ എന്തിനാണ് വീണ്ടും വീണ്ടും വിഡ്ഢിത്തരങ്ങൾ, റൂൾ ബ്രേക്കിംഗ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കുറച്ച് മുന്നേ ഒരു പ്രൊമോ കണ്ടു. മറ്റേ നമ്മുടെ പണപ്പെട്ടിയുടെ പരിപാടി തുടങ്ങുകയാണ്. അപ്പം അതിൻ്റെ ആദ്യത്തെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു മറ്റേ ഈ പോപ്പർ ഉണ്ടല്ലോ, പോപ്പർ ഇങ്ങനെ പൊട്ടിയിട്ട് അതിനകത്തൊന്ന് പൈസ വരുന്നൊരു ടാസ്ക് ഇപ്പൊ നടക്കാൻ പോകുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് പൈസ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് നെവിനകത്ത് പങ്കെടുക്കാൻ പറ്റത്തില്ലെന്ന്.
എന്നിട്ടും അവൻ പോയി എടുത്ത് വെക്കുന്നുണ്ട്, അതായത് പണം എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അതൊക്കെ സത്യം പറഞ്ഞാൽ റൂൾ ബ്രേക്കിംഗ് ആണ്. അവിടെ അതിൻ്റെ ഇടയ്ക്ക് നൂറൊക്കെ പറയുന്നുണ്ട് നെവിൻ ഇത് എടുക്കാൻ പാടില്ലേ, ഞാനൊന്നും എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് നൈസായിട്ട് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. എനിക്ക് ഒന്ന് എടുത്തിട്ട് അക്ബറിന് കൊടുക്കാനായിരിക്കും ചിലപ്പോൾ. പക്ഷെ എന്തൊക്കെയാണെങ്കിലും റൂൾ ബ്രേക്കിംഗ് ആണ്. ലാലേട്ടന് വേണമെങ്കിൽ, അല്ലെങ്കിൽ എന്തിനാ ലാലേട്ടൻ വരുന്നോടം വരെ വെയിറ്റ് ചെയ്യണ്ട, ഇപ്പൊ തന്നെ ബിഗ് ബോസിന് വേണമെങ്കിൽ അവനെ ചവിട്ടി പുറത്താക്കാം. അതുപോലുള്ള പരിപാടിയാണ് അവൻ വീണ്ടും ചെയ്യുന്നത്. ഇത് എന്തിനാണ് ഇവൻ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. മണ്ടൻ എന്നൊക്കെ വിളിക്കണോ അവനെ? ഇനി എന്തെങ്കിലും ബുദ്ധി കൂടിയിട്ട് ചെയ്യുന്നതാണോ? എനിക്കറിയത്തില്ല. പ്രത്യേകിച്ച് അവനൊരു ഗുണവും കിട്ടാൻ പോകുന്നില്ല, വഴക്ക് കിട്ടാനേ പോകുന്നുള്ളൂ. അതുകൊണ്ട് അതൊന്ന് തിങ്ക് ചെയ്തൂടെ, ജനങ്ങൾ വെറുക്കുകയും ചെയ്യും. എന്തിനാ അത് ചെയ്യുന്നത്? അപ്പൊ എന്താണെങ്കിലും അതവിടെ നടക്കട്ടെ. അതിന് മുമ്പായിട്ട് നമ്മുടെ സാബുമാൻ നെവിൻ അകത്ത് കിടക്കുന്നു. സാബുമാൻ അങ്ങോട്ട് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, നെവിനെ മോനെ നീ എന്താടാ ശോകം അടിച്ചിങ്ങനെ ഇരിക്കുന്നത്, എന്താ നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. നെവിൻ പറയുന്നുണ്ട് ഞാൻ ഓക്കെ ആടാ. ഉടനെ സാബുമാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിനക്ക്? എന്ത് പ്രശ്നം, ഞാൻ ഓക്കെ ആണ്, വളരെ ഓക്കെ ആണ്. ആ വളരെ ഓക്കെ തന്നെ കാര്യം നമുക്ക് കിട്ടി. അപ്പൊ സാബുമാൻ ചോദിക്കുന്നുണ്ട്, നീ ഭയങ്കര ഡൗൺ ആയിട്ട് തോന്നുന്നുണ്ട്, നീ പഴയ പോലെ ഒന്ന് ഓണായിട്ട് വാടാന്നൊക്കെ പറയുന്നുണ്ട്. ഉടനെ നെവിൻ പറയുന്നു, എന്തെങ്കിലും ഞാൻ സൈക്കോളജിസ്റ്റിനെ വിളിച്ച് സംസാരിച്ചോളാം. അതായത് സാബുമാനോട് കൂടുതലൊന്നും പറയാൻ താല്പര്യമില്ല, അതാണ് ഉദ്ദേശം, അല്ലെങ്കിൽ ആശാൻ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് അവൻ തന്നെ പറയുന്നുണ്ട്, ഈ പണപ്പെട്ടി വരുമല്ലേ ഈ ആഴ്ച, ഇന്ന് പണപ്പെട്ടി വരുമല്ലേ എന്ന് അവൻ പറയുന്നുണ്ട്. അപ്പം ഡിസേർവിങ് ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡിസേർവിങ് ആയിട്ടുള്ള ആള് പോയി എടുത്തോണോ, അത് വെച്ചോണ്ടൊന്നും ഇരിക്കരുത്, പോയി എടുത്തോണോ എന്നൊക്കെ പറയുന്നു. ഉടനെ സാബുമാൻ പറയുന്നു, ആഹാ വരുന്നുണ്ടല്ലേ, ഇന്ന് വരുമല്ലേ. ഉടനെ നെവിൻ പറയുന്നുണ്ട്, എനിക്ക് വേണമായിരുന്നു, എന്നോട് ഇൻജസ്റ്റിസ് ആണ് ബിഗ് ബോസ് കാണിച്ചത് എന്നാണ് നെവിൻ പറയുന്നത്. എന്തുകൊണ്ടാണ് ഇൻജസ്റ്റിസ് കാണിച്ചത്? അതവൻ ഓർക്കുന്നില്ല. കാണിക്കാവുന്ന തോന്നിവാസം എല്ലാം കാണിച്ച് ഒരു മനുഷ്യനെ പറഞ്ഞ് ആശുപത്രി വിട്ട് ബിഗ് ബോസ് പ്രോപ്പർട്ടീസ് നശിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള പല തോന്നിവാസങ്ങളാണ് കുഞ്ഞുവാവ അതിനകത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ ഇങ്ങനെയുള്ള പണികളല്ലേ കിട്ടത്തുള്ളൂ. എനിക്കിത് ചെറിയൊരു പണിയായിട്ടാണ് തോന്നിയത്, വലിയ ഗംഭീര പണിയായിട്ട്. പക്ഷെ ആദ്യം എനിക്ക് എങ്ങനെ തോന്നിയത് വലിയ പണിയല്ലെന്ന്. പക്ഷെ ഇപ്പൊ ആലോചിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു ഇച്ചിരി നല്ലൊരു പണിയായിട്ട് തോന്നുന്നുണ്ട്. കാരണം ഇപ്പം ഫൈനൽ 5 എത്തുമോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ പൈസ എടുത്തോണ്ട് ഇവന് പോകായിരുന്നു. അതും കിട്ടത്തില്ല, അവിടെയും പണിപാളിപ്പോയി. വെറുതെ ഒരാഴ്ച കൂടെ. പക്ഷെ ദിവസം നിൽക്കുന്നതിന് പൈസ ഉണ്ട്, അതവന് കിട്ടും. പിന്നെ അത്ര ദിവസം നിൽക്കാൻ പറ്റുന്നുണ്ടല്ലോ, അത് വലിയൊരു കാര്യം. എനിക്ക് തോന്നുന്നു 90 ദിവസം 89 ദിവസം ഇവന് നിൽക്കാൻ പറ്റും. അടുത്ത വെള്ളി ശനിയൊക്കെ ആകുമ്പോഴത്തേക്ക് എങ്ങനെയാണെങ്കിലും അടുത്ത ആഴ്ച പോകും, അറിയത്തില്ല, ജസ്റ്റ് ഒരു സംശയമാണ്. 90 ദിവസം നിൽക്കാൻ പറ്റില്ല, അത് ചെറിയൊരു കാര്യമൊന്നുമല്ല. അപ്പം അതുകൊണ്ട് അവൻ ചോകം അടിക്കേണ്ട കാര്യമില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് ആ പൈസ കിട്ടുമെന്ന് ആശാൻ വിചാരിച്ചു. പക്ഷെ അവിടെ പണി കിട്ടിയത് ചെറുക്കനെ തളർത്തിക്കളഞ്ഞു. അപ്പം സാബുമോൻ പറയുന്നുണ്ട്, അല്ല നിനക്ക് ടോപ്പ് 5 എത്തണ്ടേടാ മോനെ, ടോപ്പ് 5 കയറണ്ടേ. ഉടനെ ഇവൻ പറയുന്നുണ്ട്, ടോപ്പ് 5 കയറാതെ എന്നെ ഇറക്കി വിട്ടാലോ എന്നുള്ളൊരു സാധനം ആശാന് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇറക്കി വിടത്തില്ല. ഇറക്കി വിടണമെങ്കിൽ ഇപ്പൊ ഈ പ്രൊമോ വന്നപ്പോഴത്തേക്ക് ഇവന് പൈസ കളിക്കാൻ പാടില്ലാത്ത ടാസ്കിലാക്കി ഇവൻ പോയി കളിക്കുമ്പോൾ റൂൾ ബ്രേക്കിംഗ് ആണ്. അവൻ തന്നെ പറയുന്നു എന്നെ ഇറക്കി വിടുമോന്ന്. ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾ കാണിച്ചാൽ ആരെയാണെങ്കിലും ഇറക്കി വിടുമല്ലോ. റൂൾ ബ്രേക്കിംഗ് ചെയ്യരുത്, ലാസ്റ്റ് വാർണിംഗും കിട്ടി. എന്നിട്ടും ഈ തോന്നിവാസം ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇറക്കി വിടണമെന്നേ ഞാൻ പറയത്തുള്ളൂ. അല്ലാതെ ഇപ്പം അവന് മാത്രം പ്രത്യേകം ഒന്നും ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ എന്തിനും വീണ്ടും ഈ റൂൾ ബ്രേക്കിംഗ് ഒക്കെ നടത്തുന്നു? ഇവന് ബോധമില്ലേ? ഇവൻ എന്തിനാ ഇത്ര ഇങ്ങോട്ട് വിവരക്കേട് കാണിച്ചു വെക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. നല്ലൊരു എന്റർടൈനർ ആയിരുന്നു, പക്ഷെ വന്ന് റൂൾ ബ്രേക്കിങ്ങിന്റെ അങ്ങേയറ്റം. ലാലേട്ടൻ കഴിഞ്ഞ ശനിയാഴ്ച ഇവനെ മാത്രം എടുത്തു വെച്ച് പൊരിച്ചു. എന്നിട്ടും ഇവൻ ഇന്ന് ടാസ്ക് ഇപ്പൊ വരുമ്പോഴത്തേക്ക് പൈസ എടുത്തോണ്ടെങ്ങാണ്ട് പോവുക. അങ്ങനെയാണ് പ്രൊമോയിൽ കാണുന്നത്. എന്തിനാത് ചെയ്യുന്നു? എന്തിന്റെ ആവശ്യം? അടങ്ങി അവിടെ കാണും ഇരുന്നാൽ മതിയല്ലോ. കിട്ടുന്ന രീതി എന്തെങ്കിലുമൊക്കെ കാണിച്ചു വെച്ചാൽ അതിനകത്ത് പോവുക. അല്ലാതെ കൂടുതലായിട്ട് ഇനി ഇവന്റെ ഈ തോന്നിവാസം കളിക്കാൻ പോയി കഴിഞ്ഞാൽ ലാലേട്ടനെ കാണാതെ മിഡ് വീക്കിൽ തന്നെ ഇറങ്ങി പോകണ്ട, അല്ലെങ്കിൽ ഇറക്കി വിടുന്ന ഒരു അവസ്ഥയിലേക്ക് ചെല്ലും. അത് അത്യാവശ്യം നാണക്കേട് തന്നെ ആയിരിക്കും. മനസ്സിലായില്ലേ? അത് അത്യാവശ്യം നാണക്കേട് തന്നെ ആയിരിക്കും. എന്തിനാണ് ഇവൻ ഈ പരിപാടി കാണിക്കുന്നത് എനിക്ക് അറിയത്തില്ല. അപ്പോൾ എന്താണെങ്കിലും ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് മോർണിംഗ് ആക്ടിവിറ്റി വരുന്നുണ്ട്. മോർണിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാളും ഉണ്ടായിരുന്നതിനകത്ത് ഏറ്റവും നല്ലൊരു മോർണിംഗ് ആക്ടിവിറ്റി ഏതായിരുന്നു എന്ന് ഓരോരുത്തരും വന്ന് പറയണം. എല്ലാവരും വന്നിട്ട് അനീഷേട്ടനാണ് ആദ്യമേ വരുന്നത്. നമ്മുടെ ഷാനവാസിക്കായിട്ട് ജയിലിൽ കിടക്കുന്നതും അതൊക്കെയാണ് പുള്ളിയുടെ കുറെ കാര്യങ്ങൾ. പുള്ളി അതൊക്കെ പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായില്ല. മിക്ക ആൾക്കാരും പറയുന്നത് നമ്മുടെ സാബുമാന്റെ കുറച്ച് ചിരിപ്പിക്കുന്ന പരിപാടികൾ ഉണ്ടായിരുന്നു, അത്. പിന്നെ നെവിന്റെ സൂംബ, അത് ഫസ്റ്റ് തന്നെ പറയുന്നത് അനുമോളാണ്. അനുമോളെ അത് പറയുന്നുള്ളൂ, പിന്നെ സാബുമാനും പറയുന്നുണ്ട്. അനുമോൾ അത് പറഞ്ഞപ്പം നെവിൻ അടുത്ത് വരുന്നുണ്ട്. അനുമോൾ കഴിഞ്ഞ് അടുത്ത നെവിനായിരുന്നു വരുന്നത്. നെവിന് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന ആക്ടിവിറ്റി ഏതായിരുന്നു എന്ന് പറയാൻ. അപ്പം നെവിൻ പറയുന്നുണ്ട്, അനുമോൾ ഒരിക്കലും ഇത് പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഞാൻ അന്ന് സൂംബ ചെയ്യിപ്പിച്ചാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ ഇങ്ങനെ അത് പറയുന്നുണ്ട്. അതൊരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. അത് കഴിയുമ്പോഴാണ് ടീം ഡിവൈഡിങ് നടക്കുന്നുണ്ട്. ടീം ഡിവൈഡിങ് നടന്ന സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ. അനുമോള് കിച്ചൺ, അനുമോള് ആദില നൂറ, ഇവർ 3 പേരും കിച്ചൺ. ബാത്റൂം ഫ്ലോർ നമ്മുടെ ഷാനവാസിക്കയും പിന്നെ ആരായിരുന്നു, അനീഷേട്ടനും.
പിന്നെ കിച്ചണിൽ സാബുമാനും ഉണ്ട് കേട്ടോ. അവർ 3 പേരും അല്ല. ആദില, നൂറ ഇല്ല, അതായത് സോറി ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയെങ്കിൽ, നൂറ ഇല്ല, നൂറ ക്യാപ്റ്റൻ ആണല്ലോ. ആദില, നൂറ, സാബുമാൻ, ഇവർ 3 പേരുമാണ്. ആദില, അനുമോള്, സാബുമാൻ, നൂറ ക്യാപ്റ്റൻ ആണല്ലോ. പിന്നെ വെസൽ കഴുകാനായിട്ട് നമ്മുടെ നെവിനെയും അക്ബറിനെയും ഇട്ടിട്ടുണ്ട്. ആ ഒരു പരിപാടി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല പരിപാടിയാണത്. കാരണം മിക്കവാറും വീണ്ടും ഈ ആഴ്ച നല്ല രീതിയിലുള്ള കണ്ടന്റ് പൊങ്ങാനായിട്ടാണ് അവരെ രണ്ടുപേരെയും കറക്റ്റായിട്ട് വെസൽ ഇട്ടത്. കാരണം ഇടി ഉണ്ടാവും, ഉറപ്പുള്ള കാര്യമാണ്. എന്തെങ്കിലുമൊക്കെ പടക്കം പൊട്ടാനുള്ള സാധ്യത കാണുന്നു. പിന്നെ ഒരു പരിധി കൂടുതൽ ആ വഴക്ക് പോകത്തില്ല, പ്രത്യേകിച്ച് നെവിൻ ഒതുങ്ങും. നെവിൻ്റെ നല്ല രീതിയിൽ കിളി പോയിട്ടുണ്ട്. അവൻ വഴക്കുകളും വയ്യാവരികളും ഒഴിവാക്കും. പക്ഷേ അപ്പോഴും അവൻ ചെയ്യുന്നത് റൂൾ ബ്രേക്കിംഗ്. ഒരു സൈഡിൽ കൂടെ ഇതുപോലുള്ള ടാസ്കുകളിൽ, പങ്കെടുക്കാൻ പറ്റാത്ത ടാസ്കുകളിൽ പങ്കെടുക്കുക, ഇതൊക്കെയും പണി കിട്ടും അവന്. അത് അവന് മനസ്സിലാവുന്നില്ലേ എന്നുള്ളൊരു ഒരു സങ്കടം മാത്രമേ ഉള്ളൂ എനിക്ക്. കാരണം നമ്മൾ ഒരു ടൈമിൽ എൻ്റർടൈൻ ചെയ്യിച്ച ഒരാളാണ്. ഇത്രയും അധപ്പതനം അയാൾക്ക് ഉണ്ടാവരുത് അത് കാണുമ്പോഴത്തേക്കൊരു സങ്കടം എന്താണെന്ന് എനിക്കറിയത്തില്ല, ഒരു ചെറിയ സങ്കടം എനിക്കുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇപ്പോൾ രാവിലെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ആ ടാസ്ക് അങ്ങോട്ട് വരും, നമ്മുടെ പണപ്പെട്ടി ടാസ്ക്. അപ്പം അതിന് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട്. ഞാൻ വേറൊരു കാര്യം കൂടെ ഈ വീഡിയോയിൽ അങ്ങ് പറഞ്ഞു പോവാം. എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നി. അതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ നമ്മുടെ ലൈവ് അപ്ഡേറ്റ്സിൻ്റെ കൂടെ ഇടുകയാണ്. നമ്മുടെ ആര്യൻ മോൻ ഇന്നലെ നമ്മുടെ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് കുറച്ച് കാര്യങ്ങൾ പറയുന്നത് കേട്ടു. കൂടാതെ ബൗൺസേഴ്സ് ഒക്കെ നിൽക്കുന്നില്ലേ, ബൗൺസേഴ്സ്. ഇത് എന്താണെങ്കിലും വീട്ടുകാരുടെ കാശിന്റെ പുറത്ത് ഇറക്കിയ ബൗൺസേഴ്സ് ഒക്കെ ആയിരിക്കും. അല്ലാതെ ആര്യൻ മോന് പിന്നെ കുറെ ആളുകളൊക്കെ കൂടി നിൽക്കുന്നു. എനിക്കറിയാൻ പാടില്ല, ഇത്രയ്ക്ക് ഫാൻസ് ഉണ്ടോ ആര്യന്? എല്ലാവരും ചുമന്ന പൂ തന്നെ കൊടുക്കുന്നു. ഒരു സ്ഥലത്തു നിന്ന് ഒന്നിച്ചു മേടിച്ചിട്ട് പല ആളുകളുടെ കൊടുപ്പിച്ചതാണോ, അതോ ഇനി എല്ലാവരും കൂടെ ഒരു കടയിൽ പോയി ചുമന്ന പൂ മാത്രം? എനിക്കറിയാൻ പാടില്ല. ജസ്റ്റ് എനിക്ക് കണ്ടപ്പോൾ കുറെ ഡൗട്ടുകൾ തോന്നി. പിന്നെ ഒരൊറ്റ വീഡിയോ ഞാൻ ഇവിടെ കാണിച്ചു തരാം. ആരും പറയുന്നത് നിങ്ങൾ കേട്ടോ. പ്രേക്ഷകർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. സഡൻലി വോട്ട്സ് ഡ്രോപ്പ് ആയി, ഞാൻ തോറ്റു. എനിക്കൊരു ക്ലൂ ഇല്ല. ഡബിൾ മീനിങ് ആണോ പ്രശ്നം? ഡബിൾ മീനിങ് ഒന്നും പ്രശ്നമായിട്ടില്ല. ഡബിൾ മീനിങ് മറ്റേ ചിന്തിച്ചാൽ ഡബിൾ മീനിങ് ആവുമല്ലോ. ഞാൻ പറയുന്ന ഒരു വാക്കിനെ മറ്റേ വഴി ചിന്തിച്ചാൽ ഡബിൾ മീനിങ് ആവുമല്ലോ. അപ്പൊ അങ്ങനെ എങ്ങനെയോ ആൾക്കാർ നെഗടിപ്പിച്ച് ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ ലാസ്റ്റ് ബിൽഡ് ചെയ്ത് പുറത്താക്കാൻ വേണ്ടി ഒരു സ്ട്രാറ്റജി ആയിരുന്നത്. പക്ഷെ ചെയ്യാൻ പറ്റില്ല. ഗെയിം അൺഫെയറോ ഫെയറോ വെച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. ആര്യൻ ഡബിൾ മീനിങ് പറയുന്നത് അത് എല്ലാവരും പറയുന്ന ഒരു കാര്യമോ, 1-2 പേര് പറയുന്നതല്ല. ആ ഷോ കാണുന്ന എല്ലാവർക്കും അറിയാം. ആര്യൻ പറയുന്ന പല സാധനങ്ങളും നമുക്ക് എല്ലാവർക്കും ഇവനത് ഇങ്ങനെ പറഞ്ഞേ എന്നൊരു സാധനം വരും. അതവൻ മനഃപൂർവ്വം പറയുന്നതാണോ അല്ലയോ നമുക്കറിയത്തില്ല. അവന്റെ സംസാരത്തിൽ നിന്ന് അവൻ അങ്ങനെ ചെയ്യുന്നതല്ല, അത് അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ കുഴപ്പമാണല്ലോ എന്ന് അവൻ പറയുന്നത്. ഞങ്ങൾക്ക് തോന്നുന്നത് മോന്റെ കുഴപ്പമായിട്ടാണ്. മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ള നട്ടാപ്പൊട്ട എന്തെങ്കിലും തേങ്ങ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും റീസൺസ് ഒന്നും പറയുന്നതിനകത്ത് വലിയ കാര്യമില്ല മോനെ. അത് നീ മനസ്സിലാക്കണം. നീ ചില സമയത്ത് വച്ചുകൊണ്ട് സൗണ്ട് പുറത്തേക്ക് വരാതെ നീ പറയുന്ന നിന്റെ കൂട്ടുകാരൻ അക്ബർ പറയാറുള്ള പല മോശം വാക്കുകൾ പിടികിട്ടിയില്ലേ? അതവിടെ പലരും നോട്ടീസ് ചെയ്തത് പറഞ്ഞിട്ടുമുണ്ട്. ഒന്നും വേണ്ട. ആര്യന്റെ ഈ കഴിഞ്ഞ ആഴ്ച ആര്യൻ തന്നെ വീട്ടിൽ പോയിരുന്നൊന്ന് കണ്ടാൽ മതി. ഈ കഴിഞ്ഞ ആഴ്ച നെവിൻ ആ ബെഡിലെടുത്ത് വെള്ളം കോരി ഒഴിച്ചപ്പോൾ അവിടെ ഇരുന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചതാ. എന്നിട്ട് ലാലേട്ടന്റെ എപ്പിസോഡ് വന്നപ്പോൾ നെവിൻ സ്വന്തം കൂട്ടുകാരനാ, അവനിട്ട് തന്നെ പുറകെ നിന്ന് കുത്താൻ നോക്കി. അവൻ ചെയ്തത് തെറ്റായിപ്പോയി. അവിടെ തീർന്നു ആര്യന്റെ ഈ ഡബിൾ മീനിങ്ങോ പരിപാടിയോ ഒന്നും വേണ്ട. ഇത് ഇങ്ങനെയുള്ള കുറച്ച് പരിപാടികൾ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക്, അത് കഴിഞ്ഞ ദിവസം ഷാനവാസും പറഞ്ഞു, അതായത് അവൻ അങ്ങ് വെളുപ്പിക്ക് വന്നിരുന്നുണ്ട്. എന്നാൽ ആ ഒരു വെളുപ്പീരിൽ ഏറ്റവും വലിയ അബദ്ധം പറ്റിയതാണ് നെവിന്റെ കേസിൽ. അന്ന് അവിടെ നിന്നിട്ട് ഭയങ്കരമായിട്ട് കൈയടിച്ച് ആസ്വദിച്ച് ചിരിച്ചിട്ട് ലാലേട്ടന്റെ ഫ്രണ്ട് വന്നപ്പോഴത്തേക്ക് അവൻ ചെയ്തത് തെറ്റാണ്, അവൻ അങ്ങനെയാണ്, അവൻ പ്രശ്നമാണ്, അവൻ കാരണമാണ് ഞങ്ങൾക്കും പണി കിട്ടിയത് എന്നുള്ള ഡയലോഗ് അടിച്ചപ്പോഴേ ആര്യൻ എന്ന് പറയുന്ന വ്യക്തി തീർന്നു. ഇല്ലെങ്കിൽ നിലപാടിൽ ഉറച്ചു നിൽക്കണമായിരുന്നു. അനുമോളുടെ കാര്യത്തിൽ അവൻ ചെയ്തപ്പോഴത്തേക്ക് ലാലേട്ടൻ എനിക്ക് സന്തോഷം വന്നു, ഞാൻ അതുകൊണ്ട് കൈയടിച്ചു, അവിടെ തീർന്നേനെ, അവിടെ പറഞ്ഞാൽ മതിയായിരുന്നു. ഇത് അവിടെ ഒന്ന് കാണിച്ചിട്ട് ഇവിടെ വന്ന് മാറ്റി പറയുക, ഇങ്ങനെയുള്ള പരിപാടികൾ. ഇത് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇതുപോലുള്ള പരിപാടികൾ ചെയ്യുമ്പോഴത്തേക്ക് വോട്ട് കുറയും, ജനങ്ങൾക്ക് വെറുപ്പും വരും. മനസ്സിലായില്ലേ? അല്ലാതെ അതിനകത്ത് കൂടുതൽ കഥ പറയാൻ നിന്നിട്ട് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ വേറൊരു വീഡിയോ ക്ലിപ്പൊക്കെ ഞാൻ കണ്ടായിരുന്നു. കുറേ വീഡിയോ ക്ലിപ്പ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, വേറെ എല്ലാം കൂടെ ഞാൻ ഇവിടെ കുത്തി കയറ്റുന്നില്ല. വേറൊരു വീഡിയോ ക്ലിപ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ബൗൺസേഴ്സ് ഒക്കെ വന്ന് ആര്യന്റെ ദേഹത്തേക്ക് ഓൺലൈൻ മീഡിയക്കാർ വരാതിരിക്കാൻ നോക്കുന്നു, കുറെ പെൺകുട്ടികൾ അവിടെ ഇന്ന് പൂവെടുക്കുന്നു. എനിക്കത് മനസ്സിലായില്ല അത്രയ്ക്ക്. വേറൊരു കാര്യം ഞാൻ പറയാം, ആര്യന്റെ കാര്യത്തിൽ അൺഫെയർ എവിക്ഷൻ തന്നെയാണ്. ഞാനും ആര്യൻ പോകുമെന്ന് വിചാരിച്ചില്ല കേട്ടോ, എന്തൊക്കെയാണെങ്കിലും. പിന്നെ വോട്ട് കുറയാൻ ഇങ്ങനെയുള്ള കാരണങ്ങളുണ്ട്, നിലപാടില്ലായ്മയും. പക്ഷെ നല്ലൊരു ഗെയിമർ ആയിരുന്നു ആര്യൻ, എന്തൊക്കെ പറഞ്ഞാലും നല്ലൊരു ഗെയിമർ ആയിരുന്നു. അവസാനമായപ്പോഴത്തേക്ക് നിലപാടിന്റെ കേസ് വന്നപ്പോൾ പെട്ടുപോയി. നെവിൻ്റെയൊക്കെ കേസിലും അതിന് മുമ്പും ഇങ്ങനെയുള്ള പരിപാടികൾ കിട്ടിയിട്ടുണ്ട്, അത് പലപ്പോഴും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ വീഡിയോകളിൽ. പക്ഷെ ഇപ്പം ആര്യൻ പോകണ്ടായിരുന്നു. പ്രത്യേകിച്ച് സാബുമാനൊക്കെ അതിനകത്ത് നിൽക്കുമ്പോൾ, നെവിൻ അതിനകത്ത് നിൽക്കുമ്പോൾ ആര്യൻ പോയത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനകത്ത് എനിക്ക് സങ്കടമുണ്ട്. പക്ഷേ ഈ എയർപോർട്ടിൽ വരുമ്പോഴുള്ള കരകൗശല പരിപാടികളൊക്കെ അതൊക്കെ ചുമ്മാ വെച്ചുകെട്ട് പോലെ എനിക്ക് തോന്നുന്നത്. മനസ്സിലായില്ലേ?
അതൊക്കെ കുറച്ച് ഓവറാ തെറിഞ്ചിറിച്ച്, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ബോഡി കട്ട്സ് വന്ന് കൂടെ നിൽക്കുന്നു, പൂ കൊടുക്കുന്നു പെൺകുട്ടികൾ. അതിൻ്റെ ഇടയ്ക്ക് വേറൊന്നും ഉണ്ട്, മാലയൊക്കെ കിടപ്പുണ്ടല്ലോ. ഈ ഒരു മാലയൊക്കെ ഞാൻ വേണമെങ്കിൽ ആ ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണേ, ഞാൻ സൗണ്ട് ഒന്നും കേൾപ്പിക്കുന്നില്ല, ജസ്റ്റ് ഇതും കൂടെ ഞാനൊന്ന് വെച്ച് തരാം. അല്ലാതെ ജനങ്ങൾക്ക് അത്ര പ്രിയപ്പെട്ടവനാണോ? പ്രിയപ്പെട്ടവനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊള്ളാം, ചിലപ്പോൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ കാണും. എനിക്കും ഇഷ്ടമാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ആദ്യമേ ഇഷ്ടമല്ലായിരുന്നു ആര്യനെ. എനിക്ക് ആദ്യമേ അനീഷേട്ടനെ ഇഷ്ടമല്ലായിരുന്നു. പിന്നെ പുള്ളിയുടെ ആ ഒരു ക്യാരക്ടർ ഇതാന്ന് മനസ്സിലായി, എനിക്ക് പുള്ളിയെ ഇഷ്ടപ്പെട്ടു. ആര്യനെ എനിക്ക് ഇടയ്ക്ക് വെറുപ്പായതാ. പിന്നെ ഇടയ്ക്ക് ആര്യൻ്റെ ഒരു ഗംഭീര ഗെയിം കണ്ടപ്പോൾ ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്തത് ആര്യനെ. ഇപ്പോഴും ആര്യൻ നിൽക്കേണ്ട ഒരാളൊക്കെ തന്നെ ആയിരുന്നു, ഇപ്പൊ പോകേണ്ട ഒരാളല്ലായിരുന്നു. ഓക്കെ, അവിടെ വേറെ പല ആൾക്കാർ നിൽക്കുമ്പോൾ ആര്യൻ പോകേണ്ട, അതൊരു അൺഫെയർ ആയിട്ട് തന്നെ എനിക്ക് തോന്നി. ഞാൻ ഈ പറഞ്ഞത് മൊത്തം എൻ്റെ അഭിപ്രായങ്ങളാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എന്താണെങ്കിലും പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്കൊക്കെ ചെയ്യുക. പിന്നെ നമ്മുടെ കമന്റ് ബോക്സിൻ്റെ അവിടെ ഹൈപ്പ് വീഡിയോ ഇല്ലേ, അതിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക, മറക്കല്ലേ. ഇനി ഞാൻ ബാക്കി പോയി ലൈവ് കാണട്ടെ, എന്നിട്ട് ബാക്കിയുള്ള ലൈവിൻ്റെ അപ്ഡേറ്റ്സ് അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.